ഇപ്പോൾ ഇവിടെ മാഘം ഗംഭീരമായി നടന്നു. ആ നടത്തുന്നത് ഒരാളെ കൊണ്ട് കൂട്ടിയൊക്കെ വിടുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നതെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. കാരണം ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓരോരോ പരിപാടികൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയുടെ കാര്യം വന്നപ്പോൾ ഈ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഹിന്ദു റീചാർജിങ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഈ മോദി സർക്കാർ വന്നിട്ടാണ് അതിൽ വലിയൊരു പൊളിറ്റിക്സും കൂടെ അതിൽ ഉണ്ടെന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ്? അല്ല, അങ്ങനെ അതിനനുകൂലമായിട്ടുള്ള ഒരു ഘടകം വരുന്നത് ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാമാജികമായിട്ടുള്ള അന്തരീക്ഷം ഒരു ധർമ്മത്തിന് അനുകൂലമായിട്ട് വരുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ തപസ്സിൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ പോയാൽ പോരല്ലോ എന്ന് പറയുന്ന ഒരുപാട് തപസ്വികളുടെ, മഹാത്മാക്കളുടെ, സജ്ജനങ്ങളുടെ തപസ്സിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നതാണ് അതിനനുകൂലമായിട്ടുള്ളൊരു സാമാജിക അന്തരീക്ഷം. ഈ സെൻട്രൽ ലീഡർഷിപ്പ് എന്ന് ഇപ്പോൾ RSS അല്ലെങ്കിൽ അങ്ങനെ സംഘപരിവാറിൻ്റെ വിശ്വ പരിഷത്തിൻ്റെ അല്ലെങ്കിൽ മോദി, അമിത്ഷാ അവരുടെ സൈഡിൽ നിന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവരുടെ സൈഡിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ അതായത് തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിൽ പ്രധാനമന്ത്രി മാഘമഹോത്സവത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനൊരു കാര്യം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടാവാം. ഇത്രയും കാലം മാമാങ്കത്തിനൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത് നിർത്തിയിട്ട് 270 years ആയി. അത് കഴിഞ്ഞ് കേരളത്തിൽ ഒരുപാട് സന്യാസി പരമ്പരകൾ വന്നു, ഒരുപാട് ആചാര്യന്മാർ വന്നു. പലരും നാഷണലി ഫേമസ് ആണ്, ശിവാനന്ദ സ്വാമിജിയൊക്കെ പോലെ, ചിന്മയാനന്ദ സ്വാമിജി. എന്നിട്ടും ഇപ്പോഴാണ് ഈ മാമാങ്കം മഹാമകം എന്നൊന്ന് ചിന്തിക്കുകയും അത് പുനരുദ്ധരിക്കുകയും ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഇതുവരെ എന്തുകൊണ്ട് ഇത്രയും സന്യാസി സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതിനൊരു എഫേർട്ട് എടുത്തില്ല? അല്ല, അവരൊക്കെ എടുത്ത എഫർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത്രയും കാലം എടുത്ത എഫർട്ടിൻ്റെ റിസൾട്ടാണ് അത് കണ്ടത്. കാരണം നമ്മളൊരു കെട്ടിടം പണിയും, നമ്മൾ അവസാനത്തെ കെട്ടിടം കാണുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ലാസ്റ്റത്തെ പെയിൻ്റ് അടിച്ചത് ഇന്നായിരിക്കും. അപ്പോൾ സ്വാമിജി പറയുന്നത്, സ്വാമിജി അതിൻ്റെ ഒരു ഫേസ് മാത്രമാണ്, പുറകിൽ ഒരുപാട് പേര്. അതായത് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ആണ് ഭഗവത്ഗീതയിലൂടെ ഇതിനവിടേക്കൊരു വലിയ കർമ്മോർജം, അതായത് വളരെ ഇരിക്കുന്ന ഒരാളുകളെ കർമ്മസജ്ജരാവണം. യൂത്ത് യൂസ്ലെസ് അല്ല, യൂസ്ഡ്ലെസ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. പിന്നെ സത്യാനന്ദ സ്വാമികൾ കേരളത്തിലെ ഹിന്ദുവിന് ഉറച്ചൊരു ശബ്ദമുണ്ട്, ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു ദൃഢത സമാജത്തിലേക്ക് കൊടുത്തത് സത്യാനന്ദ സ്വാമികളാണ്. ചെങ്കോട്ട് കോണത്തെ അമൃതാനന്ദമയ്യമ്മ വലിയ സേവാപ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള സേവാപ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ സംഘടിപ്പിച്ച് ഹൈന്ദവ സമാജത്തിനൊരു ആത്മധൈര്യം, ഒരു ആത്മാഭിമാനം, ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിനകത്തേക്ക് ആളുകൾക്ക് പഠിക്കാൻ ക്യൂ നിൽക്കുന്നത്, അത് നൽകി. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിജികൾ ഈ സമയത്ത് എല്ലാ ആശ്രമങ്ങളും പൊതുവിൽ സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിരക്തഭാവത്തിലാണ് നിൽക്കുന്നത്. അവരെ സാമാജികമായിട്ട് അക്ഷീണം പ്രയത്നിച്ച് കഴിഞ്ഞൊരു 30 വർഷം അക്ഷീണം പ്രയത്നിച്ച് എല്ലാ ആശ്രമങ്ങളെയും മഠങ്ങളെയും ഒക്കെ പരസ്പരം കോർത്തിണക്കി. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രവർത്തനങ്ങളുടെ ഒരു എൻഡ് റിസൾട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മാഘത്തിന് കണ്ടത്. അത് പ്രകൃതിയും കാലവും ഗുരുപരമ്പരയും നിശ്ചയിച്ച് നടത്തിയതാണ്. അവിടെ അവസാനം നമ്മളൊരു പണിക്കാരനായിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഈ സമുദായ സംഘടനകളുടെ ഒരു അപ്രോച്ച് എന്തായിരുന്നു? ഒരാളെ റീച്ച് ഔട്ട് ചെയ്യാൻ നമുക്ക് സമയം കിട്ടി. ഒരുവിധം അല്ല, നമ്മുടെ ഒരു അറിവനുസരിച്ചിട്ട് ഓരോന്നിൻ്റെയും പല തലങ്ങളിൽ ചുമതലപ്പെട്ട ഭാരവാഹികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും മാഘം ചെയ്യാൻ വന്നിട്ടുണ്ട്. സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അല്ലെ, ഒഫീഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവരൊക്കെ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും കഴിഞ്ഞല്ലോ, ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മഹാമകം തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കാര്യമായിരുന്നു, ഈ ഭാരതപ്പുഴ മലിനമാകാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും അവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ കണ്ടതനുസരിച്ചിട്ട്. അത് ഒന്ന് ഹരിതകർമ്മസേന ഉണ്ടായിരുന്നു, മറ്റൊന്ന് സേവാഭാരതിയായിരുന്നു. അപ്പം അവരുടെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ട് എന്താണ് പറയുക? വലിയ ഇൻവോൾവ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ ഹരിതകർമ്മസേന ഒരു പഞ്ചായത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാം. പക്ഷേ അവരവരുടെ ഒരു ജോലി എന്നുള്ളതിൽ നിന്നും മാറി അവരൊരു വലിയ സേവാപ്രവർത്തനം ചെയ്യുന്നത് പോലെയാണ് അവിടെ ഏർപ്പെട്ടിരുന്നത്. സേവാഭാരതി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുണ്ടായി വന്ന ഒരു വെല്ലുവിളിയാണ്. കാരണം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. അതിനനുസരിച്ച് അവർ ആദ്യം മലപ്പുറം ജില്ലയിലെ
വളണ്ടിയർമാരായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലകളിലായി. പിന്നെ ഏതാണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു പകുതി ഭാഗത്തു നിന്നുള്ളതായി. പിന്നെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നുള്ളതുമായി. അവരവിടെ കേന്ദ്രീകരിച്ച് വന്ന് നിന്ന് രാവും പകലും നിന്ന് രാത്രി മുഴുവൻ ക്ലീനിങ് ചെയ്ത് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും ഇതുപോലെ ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ അത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും ദിവസവും ഭാരതപ്പുഴയുടെ ഗുണനിലവാരം പരിശോധിച്ചിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് അവസാനവും. 1000 പേരോ 1,00,000 പേരോ കുളിച്ചോന്നുള്ളത് കൊണ്ടൊന്നും പുഴയ്ക്കൊരു സംഗതിയല്ല. അവിടെ രാസമാലിന്യങ്ങൾ, പിന്നെ ഈ അറവ് വേസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വലിയ കൂട്ടത്തോടു കൂടി പുഴയിൽ തള്ളുന്നത്, ഈ വലിയ സിറ്റികളിലെയൊക്കെ അഴുക്ക് ചാലുകൾ നേരെ പുഴയിലേക്ക് തുറക്കുന്നത്, ഇതൊക്കെയാണ് പുഴയുടെ ആരോഗ്യത്തെ യഥാർത്ഥത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. അത് ഒരു 2 മാസം വന്ന് 1,00,000 പേരോ 10,00,000 പേരോ 20,00,000 പേരോ കുളിച്ചിട്ട് പോയി എന്നുള്ളത് കൊണ്ടൊന്നും പുഴയ്ക്കുന്നത്, അത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പുഴ, അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അതിനൊക്കെ വരുന്ന ഒരു ഹൈന്ദവമായിട്ടുള്ളൊരു സംഗതി അനുഷ്ഠാനം നടക്കുന്ന സമയത്ത് മലിനീകരണം ഉണ്ടാകും, മറ്റുള്ള കാര്യങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നതൊന്നും ഒരു നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടല്ല. കാരണം ഇതുവരെ ഭാരതപ്പുഴയിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ആശങ്കയും തോന്നാത്തവർക്ക് ഒരു ഹൈന്ദവ അനുഷ്ഠാനം തോന്നുന്ന സമയത്ത് ഇത്ര വലിയ ആശങ്ക തോന്നുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശങ്കയായിട്ട് അവരവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇവിടെ കാലടിയിൽ പോലും അതേപോലെ ഒരു ആദിശങ്കര ജന്മഭൂമി ആ രീതിയിലൊന്ന് ഉയർത്തിക്കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഒരു വലിയൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് വാസ്തവമാണ്. ഇപ്പോൾ കേദാർനാഥിലെ വലിയൊരു സ്റ്റാച്യു ആദിശങ്കറിന്റെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു മോദി PM പോയിട്ട്. അപ്പൊ അതുപോലെ ഇനിയിപ്പോൾ ഈ കുംഭമേള നടത്തിയിട്ടും ചിലവർ പറയുന്നുണ്ട് അടുത്ത ഇനി കാലടിയിൽ ഇതേപോലത്തെ ഒരു ഇത് ആയിരിക്കും അടുത്ത ഒരു ഗോൾ എന്ന് പറയുന്നുണ്ട്. അത് അല്ല, ഏത് സ്ഥലത്തും, അതായത് ഇടക്കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടേക്ക് പോകണ്ട, നമ്മൾ ഭാരതപ്പുഴയുടെ ഉത്ഭവം തൊട്ട് അവസാനം വരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കൃതിയുടെ ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടായിരുന്നൊരു സ്ഥലമാണ് നിളയുടെ നദീതടം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തന്ത്രപാരമ്പര്യം എന്ന് പറയുന്ന മലബാരം, ദിവസവും യാഗം നടന്നിരുന്ന പാഞ്ഞാൾ, കേരളത്തിൽ യുനെസ്കോക്ക് അംഗീകരിച്ച വൈദിക സംസ്കൃതിയായിരുന്ന തിരുനാവായ യോഗം, അപ്പുറത്ത് തിരുവില്ലാമല വെങ്കിച്ച സ്വാമി പഞ്ചവാദ്യം തുടങ്ങിയിരുന്ന സ്ഥലം, പല്ലാവൂര് സഹോദരങ്ങളുടെ ഗ്രാമം, വെള്ളിനേഴി കലാഗ്രാമം, കേരളത്തിൻ്റെ നളന്ത എന്ന് വിശേഷിപ്പിക്കാവുന്ന കൂടല്ലൂർ. അപ്പോൾ സംഗമഗ്രാമ മാധവൻ ഗണിതത്തിൻ്റെ സംഗമഗ്രാമം കൂടല്ലൂർ ആണെന്നുള്ള ഒരു റീഡിംഗ് ഉണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണ എഴുതിയെന്നാണ് നമുക്കറിയുക. പ്രക്രിയാ സർവസ്വം കൂടി എഴുതിയ ആളാണ്. ഏറ്റവും വലിയ വൈയാകരണനായിരുന്നു. പൂന്താനം, അങ്ങനെ ഒരുപാട് ഋഷികളുടെ തമോഭൂമി. ഇതൊന്നും ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലല്ല നിലനിൽക്കുന്നത്, നാമാവശേഷമാണ്. ചിലതൊക്കെ സർക്കാർ ഗ്രാൻറ്റുകൾ കൊണ്ട് ഒരു ഊർധ്വശ്വാസം വലിച്ച് നിലനിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരു ജനത, അതായത് ഈ അധിനിവേശ സംസ്കൃതിയുടെ ഒരു കാലഘട്ടത്തിൽ ആ ജനതയെ അതിൻ്റെ വേരുകളെ ശോഷിപ്പിക്കുകയോ വേരുകളിൽ നിന്ന് മുറിച്ചു മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൗർബല്യമാണ് ഇന്ന് സാമാജിക ശരീരത്തിൽ കാണുന്നത്. അപ്പോൾ ആ വേരുകളെ വീണ്ടെടുക്കുക, സമാജത്തിൽ അതിൻ്റെ ഒരു ഉണർവുണ്ടാകുന്ന സമയത്ത് അവനവനെ ശക്തി സംഭരിക്കാൻ വേരുകളെ ബലപ്പെടുത്തണമെന്ന് സമാജത്തിന് തോന്നും. അപ്പോൾ സമാജം അതിൻ്റെ വേരുകളെ വീണ്ടെടുക്കും. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഈ പല മഠങ്ങളും പലവരും ചേർന്ന് ഒരു ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അല്ല, ഒരുപാട് പേരുടെ സങ്കല്പങ്ങൾ. ഇപ്പം ശങ്കര ജന്മഭൂമി എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മത്തിൽ നിൽക്കുന്ന എല്ലാവർക്കും ശങ്കര ജന്മഭൂമി ആ വൈശിഷ്ട്യമായിരുന്ന രീതിയിൽ പരിപാലിക്കപ്പെടണം എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ ആ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കും. ആ എല്ലാവരുടെയും സങ്കല്പങ്ങൾ കൂടിച്ചേർന്നൊരു സമയം ഉണ്ടാകുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് ആരിലൂടെയെങ്കിലും പ്രകാശിതമാകും. പാസ് ഓഫ് നോ അങ്ങനെ ഒരു കാലടി കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പ്ലാനോ ഒന്നുമില്ല. അല്ല, ഒരുപാട് പേർക്കുണ്ട്. ഇപ്പം ശൃംഗേരിക്കുണ്ട്, നമുക്കുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. കാലടിയുടെ പ്രൗഢിയെ വീണ്ടെടുക്കണം. അത് ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ജന്മസ്ഥലം എന്നുള്ളത് അത് അതിൻ്റേതായിട്ടുള്ള ഒരു ബഹുമാന്യതയോടുകൂടി ആദരവോടുകൂടി പരിപാലിപ്പിക്കപ്പെടുന്നൊരു ഇതുണ്ടാവണം എന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. ഭാരതത്തിലെ മുഴുവൻ ആചാര്യന്മാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. തിരുനാവായയിലൊക്കെ നടത്തിയ പോലെ കാലടിയിലും ഇതേപോലെ തിരുനാവായ നടത്തിയ പോലെ കാലടിയിൽ നടത്താൻ പറ്റില്ല. അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന അതുപോലത്തെ ഒരു അല്ല, അത് എല്ലാ ധാർമ്മിക കേന്ദ്രങ്ങളും അതുപോലെ കൂടല്ലൂർ കളരി വളർന്നു വരണം, തിരുനാവായ യോഗം അതുപോലെ ഇത് റിവൈവ് ചെയ്യണം.
ഈ കേരളത്തിൻ്റെ മേളം, കേരളത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ, കേരളത്തിൻ്റെ കലാരൂപങ്ങൾ എല്ലാം ആ ഒരു പഴയ പ്രൗഢിയെ വീണ്ടെടുക്കണം, ആ സംസ്കൃതിയെ വീണ്ടെടുക്കണം. അതൊരു പാറ്റേൺ പോലെ ഇപ്പോൾ തോന്നുന്നല്ലോ സ്വാമിജി. എന്ന് വെച്ചാൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ഭജൻ ഒരു അല്ല, അത് എപ്പോഴും, അതായത് ദീർഘകാലത്തെ ഒരു അധിനിവേശ സംസ്കൃതിയുടെ അടിച്ചമർത്തലായിരുന്നു ഈ സംസ്കൃതി. ആ സംസ്കൃതി സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് വീണ്ടും ആ രോഗശയ്യയിൽ നിന്ന് എണീറ്റ് നടന്നു തുടങ്ങിയത്. കുറച്ച് ഉഴിച്ചിലും പിഴിച്ചിലും തിരുമ്മലും ഫിസിയോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞ് 47 വർഷം അല്ല 70 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. 1000-ലധികം വർഷങ്ങളാണ് ഈ അധിനിവേശ സംസ്കൃതിയുടെ കീഴിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ധാർമ്മികമായിട്ടുള്ളൊരു ഭരണ സംവിധാനമല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് വന്നിരുന്ന എല്ലാ അറിവുകളും അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ വേലൻ മണ്ണാൻ സമുദായങ്ങളിൽ നിന്നൊക്കെ വൈദ്യത്തെ വിച്ഛേദിക്കപ്പെട്ടു, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എഞ്ചിനീയർ മേഖലയെ വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ ഓരോ സംഗതികളും ആ അറിവുകൾ മുഴുവൻ വളരെ ദുർബലമായി, അല്ലെങ്കിൽ ആ പരമ്പരകളിൽ നിന്ന് വളരെ ദുർബലമായി മാറി. അപ്പോൾ അവരൊക്കെ വാർക്കപ്പണിക്കും സിമെൻറ്റ് പണിക്കും ഒക്കെ പോകുന്ന അവസ്ഥയിലേക്കായി. അപ്പോൾ അതിനെയൊക്കെ തിരിച്ച് ആ അറിവുകളെ, ഈ അതായത് നിലവിൽ നിൽക്കുന്ന ആധുനിക കാലത്തെ അറിവുകളും പൗരാണികമായിട്ട് ഈ മണ്ണ് തുടർന്നു വന്ന അറിവുകളും, ഇത് രണ്ടിനെയും കോർത്തിണക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കാൻ സമയമെടുക്കും. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഒരു ധാർമ്മിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നില്ല എന്ന് ഈ തന്നെയാണ് വ്യവസ്ഥ പറയുന്നത്. ആ വ്യവസ്ഥ വന്നത് ധാർമ്മിക അഡ്മിനിസ്ട്രേഷൻ്റെ രൂപത്തിലായിരുന്നില്ല. ധർമ്മത്തിനായിരുന്നില്ല പ്രാധാന്യം, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിനായിരുന്നു പ്രാധാന്യം. അല്ല സ്വാമിജി, ഇപ്പോൾ തന്നെ ഈ കേരളത്തിലും ക്ഷേത്രം സംബന്ധിച്ച് ഒരുപാട് കോൺട്രഡിക്ഷൻസും കോൺട്രവേഴ്സീസും വരുന്നുണ്ട്. ഇപ്പോൾ വൺ ഓഫ് ദി സൊല്യൂഷൻസ് ദാറ്റ് വാസ് പുട്ട് ഫോർവേഡ്, ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഈവൻ നൗ, ഈസ് ദാറ്റ് ദി ടെമ്പിൾസ് ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഹിന്ദുസ്. അതിനുവേണ്ടി ഇവിടെ കേരളം മാത്രമല്ല പുറത്ത് തമിഴ്നാട്ടിലുമൊക്കെ ആ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് അതിനോട് സ്വാമിജി എങ്ങനെ പ്രതികരിക്കുന്നു ഒന്ന്. രണ്ടാമത് ആ ഒരു ട്രസ്റ്റ് നോർമൽ മനുഷ്യരുടെ കീഴിൽ ആവാണ്ട് താങ്കളെ പോലെയുള്ള ആചാര്യന്മാരുടെയോ സന്യാസികളുടെയോ കീഴിലാണെങ്കിൽ അത് എത്രത്തോളം ഫലപ്രദമാകും? ഇതിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു സർക്കാർ സംവിധാനത്തെ, അതായത് ഈ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തെ ഈ രാജ്യത്തെ ജനതയ്ക്ക് തിരഞ്ഞെടുക്കാം, കൊണ്ടു നടക്കാം എന്ന് പറ്റുമ്പോൾ ഒരു ക്ഷേത്രത്തിന് ആര് ഭരിക്കണമെന്ന് അവിടുത്തെ വിശ്വാസികൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യം തന്നെയാണ്.